2 ദിവസം മുമ്പേ നമ്മുടെ സായിക്കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഞാൻ നല്ലൊരു അടിപൊളി പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ പായസം ഉണ്ടാക്കാൻ ഞാൻ ഈ 3 ചട്ടുകങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നല്ല മരത്തിൻ്റെ പിടുത്തമൊക്കെ ഉള്ള നല്ല അടിപൊളി ചട്ടുകങ്ങളാണ്. ഞാനിവിടെ ഫോട്ടോ കൊടുത്തേക്കാം, ആവശ്യമുള്ളവരൊന്ന് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കി കേട്ടോ, നഷ്ടം വരില്ല, നല്ല അടിപൊളി പ്രോഡക്റ്റാണ്. പായസത്തിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ നമ്മുടെ ലോങ് വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് ആണ് ഞാനൊന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് നമ്മൾ ഇച്ചിരി മോഡേൺ ആയിട്ട് ഡ്രസ്സുകൾ ഇടുകയും അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് അഭിപ്രായം ഉണ്ടാവുകയെ, ഇത് പ്രത്യേകിച്ചും സ്ത്രീകളെ ബാധിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അങ്ങനത്തെ സ്ത്രീകൾ നമ്മൾ എന്ത് തന്നെ നല്ല പ്രവൃത്തി ചെയ്താലും, നമ്മൾ എത്ര തന്നെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അവരെ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേകതരം ആൾക്കാരുണ്ട്. ഇതിങ്ങനെ ഞാനിവിടെ പറയാൻ കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, ഞാൻ എൻ്റെ മാത്രം തെറ്റുകൊണ്ടാണ് ഞാൻ മാറി താമസിക്കുന്നത്. പിന്നെ എൻ്റെ കുട്ടികൾ എൻ്റെ കൂടെ നിൽക്കുന്നത്, ഞാൻ അവരെ മനസ്സ് മാറ്റാൻ വേണ്ടി പല കാര്യങ്ങളും പറഞ്ഞിട്ട് ഞാൻ അവരെൻ്റെ കൂടെ നിർബന്ധിച്ച് നിർത്തിയേക്കാണ് എന്ന് വിശ്വസിക്കുന്ന കുറേ പേരുണ്ട് കേട്ടോ. ഞാൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യമല്ല പറഞ്ഞത്, വേറെ ചില ആളുകളുടെ കാര്യമാണ് പറഞ്ഞത്. അവർക്കൊക്കെ പകൽ പോലെ കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയുണ്ട്. ഞാനാണ് എൻ്റെ മക്കളെ മുഴുവനും കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുന്നതും ഇതിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾ എൻ്റെ മക്കൾ ജീവിച്ചോ എന്ന് പോലും അന്വേഷിക്കാത്ത ആളുകളാണെന്നുള്ളതും, പിന്നെ എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നതും പറയുന്നതും എന്നുള്ളത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കാരണം ചിലപ്പോൾ ഞാൻ ഇച്ചിരി മോഡേൺ ആയിട്ട് ഡ്രസ്സ് ധരിക്കുന്ന ആളാണ്, ഞാൻ എൻ്റെ സ്വന്തം അഭിപ്രായങ്ങൾ പറയുന്ന ആളാണ്. അപ്പോൾ ഇങ്ങനത്തെ ആളുകൾക്ക് എന്താണെങ്കിലും കുറച്ച് തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളത് സമൂഹം അങ്ങോട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്ന ഒരു പോളിസി ഉണ്ട് കേട്ടോ, എൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ളത് എനിക്ക് എത്ര കാലം ഉറപ്പുണ്ടോ അത്രയും കാലം ഞാൻ ഈ തെറ്റിദ്ധരിക്കുന്ന ആളുകൾക്ക് ഒന്നും വിശദീകരിക്കാൻ വരില്ല എന്നുള്ളത്.